വന്നിടുന്നു താതാ നിൻ തിരുസന്നിധിയിൽ. വന്നിടുന്നു താതാ നിൻ തിരുസന്നിധിയിൽ. അനുഗ്രഹ കൃപകൾക്കുമാർ യാചന ചെയ്തിടുവാൻ. അനുഗ്രഹ കൃപകൾക്കുമാർ യാചന ചെയ്തിടുവാൻ. വന്നിടുന്നു താതാ നിൻ തിരുസന്നിധിയിൽ. ഏഴകരാമടിയർ കേഴുന്നു ഞങ്ങളിന്ന്. ഏഴകരാമടിയർ കേഴുന്നു ഞങ്ങളിന്ന്. പാപവിമോചിതരാം ശാപത്തെ നീക്കിടുവാൻ. പാപവിമോചിതരാം ശാപത്തെ നീക്കിടുവാൻ. വന്നിടുന്നു താതാ നിൻ തിരുസന്നിധിയിൽ. വന്നിടുന്നു താതാ നിൻ തിരുസന്നിധിയിൽ.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം. ഭൂമിയിൽ സമാധാനവും മനുഷ്യർക്ക് നല്ല പ്രത്യാശയും എല്ലാ സമയങ്ങളിലും എന്നേക്കും. സ്വർഗ്ഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകട്ടെ. നിന്റെ രാജ്യം വരണമേ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാകുന്നു. സ്വർഗ്ഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ മഹത്വത്തിന്റെ ആധിക്യമുണ്ട്. സ്വർഗ്ഗങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും പരിശുദ്ധൻ 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 നിന്നോട് വിളിക്കുന്നു. സ്വർഗ്ഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകട്ടെ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ. ഞങ്ങളുടെ ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ വീഴ്ചയിലേക്ക് പ്രവേശിപ്പിക്കുകയും അരുതേ, എന്നാൽ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകട്ടെ. നിന്റെ രാജ്യം വരണമേ. പരിശുദ്ധൻ 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 നീയാകുന്നു. സ്വർഗ്ഗത്തിലുള്ളവനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ മഹത്വത്തിന്റെ ആധിക്യമുണ്ട്. സ്വർഗ്ഗങ്ങളും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും പരിശുദ്ധൻ 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 നിന്നോട് വിളിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ദൈവമായുള്ളവേ, നിന്റെ പ്രിയപ്പെട്ട പുത്രന്റെ കരുണകളാൽ ഞങ്ങളുടെ ബലഹീന സ്വഭാവത്തിന്റെ പുതുക്കത്തിനും രക്ഷയ്ക്കുമായി നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ ശുശ്രൂഷിപ്പാൻ നിന്റെ കരുണയാൽ ഞങ്ങളുടെ ബലഹീനതയെ ശക്തിപ്പെടുത്തണമേ. എന്നേക്കും സർവ്വനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. 145 സങ്കീർത്തനം. എന്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും. ഞാൻ നിൻ നാമത്തെ എന്നേക്കും വാഴ്ത്തും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും. ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. യഹോവ വലിയവനും അത്യന്തം സ്തുതിനുമാകുന്നു. അവന്റെ മഹിമാഗോചരമത്രേ. നിന്റെ പ്രതാപത്തിന്റെ തേജസ്സുള്ള മഹത്വത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും. അവൻ നിന്റെ വലിയ നന്മയുടെ ഓർമ്മ പ്രസിദ്ധമാക്കും. നിന്റെ നീതിയെ കുറിച്ച് ഘോഷിച്ചുല്ലസിക്കും. യഹോവ എല്ലാവർക്കും നല്ലവൻ. തന്റെ സകല പ്രവൃത്തികളോടും അവനെ കരുണ തോന്നുന്നു. മനുഷ്യപുത്രന്മാരോട് അവന്റെ വീര്യപ്രവൃത്തികളും അവന്റെ രാജ്യത്വത്തിൽ തേജസ്സുള്ള മഹത്വവും സ്ഥാപിക്കേണ്ടതിനെ നിന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകും. നിന്റെ ആധിപത്യം തലമുറ തലമുറയായിരിക്കുന്നു. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. നീ തത്സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. യഹോവ തന്റെ സകല വഴികളിൽ നീതിമാൻ, തന്റെ സകല പ്രവൃത്തികളിലും ദയാലുവാകുന്നു. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കും. അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. എന്റെ വായ് യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുക. നമ്മുടെ സമാധാനത്തിന്റെ വല്ലഭത്തിന്റെ സ്തുതിക്കപ്പെട്ട ത്രോണോസിന്റെയും നിന്റെ ഭക്തിയുടെ സിംഹാസനത്തിന്റെയും നിന്റെ സ്നേഹാധിപത്യത്തിന്റെ ധർമ്മമായ സ്ഥാനത്തിന്റെയും സ്ഥാപിതമായ വിമോചിത ബലിപീഠത്തിന്റെയും നിന്റെ മഹത്വം വസിക്കുന്ന സ്ഥലത്തിന്റെ മുമ്പാകെ നിന്റെ ജനവും മേച്ചിലാനുമായ ഞങ്ങൾ നിനക്ക് ഹല്ലേലൂയ പാടുന്ന ശുശ്രൂഷിക്കുന്ന സ്ഥാപിന്മാരുടെയും
മാലാഖമാരുടെയും പതിനായിരങ്ങളോടുകൂടെ ഇവിടുകയും ആരാധിക്കുകയും പുകഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്നേക്കും സർവ്വനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. നിന്റെ സത്യത്തിന്റെ അറിവിനാൽ ഞങ്ങളുടെ ആത്മാക്കൾ പരിശോധിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിലുള്ള നിന്റെ പ്രിയപ്പെട്ടവരുടെ വെളിപാടിനെ അഭിമുഖീകരിക്കുവാനും അവിടെ സർവസഹായങ്ങളും ഭാഗ്യങ്ങളും നിറഞ്ഞ കിരീടധാരിയായ തിരുസഭയിൽ ഞങ്ങൾ നിന്നെ നിരന്തരം പുകഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ സകലത്തിന്റെ കർത്താവും സൃഷ്ടാവും നീയാകുന്നുവല്ലോ. എന്നേക്കും സർവ്വനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. സർവത്തിൻ നാഥ നിന്നെ ഞങ്ങൾ പുകഴ്ത്തിയിടുന്നു. ഈശോ മിശിഹായേ ഞങ്ങളിൽ ശരീരത്തെ ഉയിർപ്പിക്കുന്നവനും ആത്മാക്കൾ രക്ഷകനും ആയതിനാൽ നിന്നെയും ഞങ്ങൾ സ്തുതിച്ചിടുന്നു. സർവത്തിൻ നാഥ നിന്നെ ഞങ്ങൾ പുകഴ്ത്തിയിടുന്നു. ഉയിർപ്പിക്കുന്നവനും ആത്മാക്കൾ രക്ഷകനും കർത്താവേ, നീ സത്യമായിട്ടും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളുടെ നല്ല രക്ഷകനും ഞങ്ങളുടെ ജീവനെ നിരന്തരം കാത്തു സൂക്ഷിക്കുന്നവനുമാകുന്നു. കർത്താവേ, ഞങ്ങളെല്ലായ്പ്പോഴും നിന്നെ പുകഴ്ത്തുവാനും സ്തുതിക്കുവാനും വന്ദിക്കുവാനും കടക്കാരാകുന്നു. എന്നേക്കും സർവ്വനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. പരിശുദ്ധനാം ദൈവമേ, പരിശുദ്ധനാം ബലവാനേ, പരിശുദ്ധനാം അമർത്യനേ, ഞങ്ങളോട് കരുണയുണ്ടാകണേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനാം ദൈവമേ, പരിശുദ്ധനാം ബലവാനേ, പരിശുദ്ധനാം അമർത്യനേ,
പിതാവേ, പരിശുദ്ധനാം അമർത്യനേ, വിശുദ്ധന്മാരിൽ വസിക്കുകയും അവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന പരിശുദ്ധനും സ്തുത്യനും ബലവാനും അമർത്യനുമായുള്ളവേ, കർത്താവേ, ഞങ്ങളിലേക്ക് തിരിഞ്ഞ് എല്ലായ്പ്പോഴും നിനക്ക് പതിവുള്ള പോലെ ഞങ്ങളോട് മനസ്സറിവ് തോന്നി കരുണ ചെയ്യുമാറാകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. നിശബ്ദരായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 13-ാം വാക്യം മുതൽ അവസാന വാക്യം വരെയും. ഈ ജനം അടുത്തു വന്ന് വായിക്കൊണ്ടും അതരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷ കൽപ്പനയത്രേ. ഇത് കാരണത്താൽ ഞാൻ ഈ ജനത്തിന്റെ ഇടയിൽ ഇനിയും ഒരു അത്ഭുത പ്രവൃത്തി, അത്ഭുതവും ആശ്ചര്യവുമായൊരു പ്രവൃത്തി തന്നെ ചെയ്യും. അവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും, അവരുടെ ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും മറഞ്ഞു പോകും എന്ന് കർത്താവ് അരുളി ചെയ്തു. തങ്ങളുടെ ആലോചനയെ യഹോവയ്ക്ക് അഗാധമായി മറച്ചു വയ്ക്കുവാൻ നോക്കുകയും തങ്ങളുടെ പ്രവൃത്തികളെ അന്ധകാരത്തിൽ ചെയ്യുകയും ഞങ്ങളെ ആർ കാണുന്നു, ഞങ്ങളെ ആർ അറിയുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അയ്യോ, ഇത് എന്തൊരു മറിവ്! കുശവനും കളിമണ്ണും ഒരുപോലെ എന്ന് വിചാരിക്കാമോ? ഉണ്ടായത് ഉണ്ടാക്കിയവനെ കുറിച്ച് അവൻ എന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്നും ഉരുവാക്കിയവനെ കുറിച്ച് അവന് ബുദ്ധിയില്ല എന്നും പറയുന്നു. ഇനി അല്പകാലം കൊണ്ട് ലെബനോൻ ഒരു ഉദ്യാനമായി തീരുകയും ഉദ്യാനം വനമായി എണ്ണപ്പെടുകയും ചെയ്യുകയില്ല. അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങി കാണുകയും സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. നിഷ്കണ്ടകൻ നാസ്തിയായും പരിഹാസി ഇല്ലാതെയായും ഇരിക്കുന്നുവല്ലോ. അവൻ മനുഷ്യരെ വ്യവഹാരത്തിൽ കുറ്റക്കാരാക്കുകയും പട്ടണവാതിൽക്കൽ ന്യായം വിസ്തരിക്കുകയും ചെയ്യുന്നവന് കണിവെക്കുകയും നീതിമാനെ നിസ്സാര കാര്യം കൊണ്ട് ബഹിഷ്കരിക്കുകയും ചെയ്യുന്നവരായി നീതികേടിന് ജാഗ്രതയുള്ള ഏവരും ഛേദിക്കപ്പെടും. ആകയാൽ അബ്രഹാമിനെ വീണ്ടെടുത്ത യഹോവ യാക്കോബ് ഗ്രഹത്തെക്കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു: യാക്കോബിനെ ലജ്ജിച്ചു പോവുകയില്ല, അവന്റെ മുഖം ഇനി വിളറിപ്പോവുകയും ഇല്ല. എന്നാൽ അവൻ അവന്റെ മക്കൾ തന്നെ തങ്ങളുടെ മധ്യേ എന്റെ കൈകളുടെ പ്രവൃത്തി കാണുമ്പോൾ അവർ എന്റെ നാമത്തെ വിശുദ്ധീകരിക്കും. അതെ, അവർ യാക്കോബിന്റെ പരിശുദ്ധനെ വിശുദ്ധീകരിക്കുകയും ഇസ്രായേലിന്റെ ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യും. മനോവിഗ്രഹമുള്ളവർ ജ്ഞാനം ഗ്രഹിക്കുകയും പെറുപെറുക്കുന്നവർ ഉപദേശം പഠിക്കുകയും ചെയ്യും. സമാധാനം. ഞങ്ങളുടെ കർത്താവ് ദൈവമായുള്ളവേ, ദൈവികവും ജീവിപ്പിക്കുന്നതുമായ നിന്റെ കൽപ്പനകളുടെ മധുരമുള്ള സ്വരത്തെ ശ്രദ്ധയോട് കേൾക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ അന്തരേന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ കൃപയാലും കരുണകളാലും അവയിൽ നിന്ന് ഞങ്ങളുടെ ആത്മശരീരങ്ങൾക്ക് ഉതകുന്ന സ്നേഹം, പ്രത്യാശ, രക്ഷണമേ സംഭരിക്കുവാനും ഞങ്ങൾ ഇടപെടാതെ നിനക്ക് സ്തോത്രം പാടുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം
2-ാം അധ്യായം 1-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെയും. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങൾ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടുകൂടി ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. അതിന് ദൈവം സാക്ഷി. ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരെന്ന അവസ്ഥയ്ക്ക് ഘനത്തോടുകൂടി ഇരിപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ, മാനം അന്വേഷിച്ചിട്ടില്ല. ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചും കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ചു തരുവാൻ ഞങ്ങൾ ഒരുക്കമായിരുന്നു. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനിന്യമായും നടന്നുവെന്ന് നിങ്ങളും ദൈവവും സാക്ഷി. തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന്റെ യോഗ്യമായി നടക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോകുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓരോ സ്തുതിയും നാം പ്രാർത്ഥിക്കുക. സമാധാനം. ലോകത്തിന്റെ പ്രകാശവും സർവത്തിന്റെയും ജീവനുമായ മിശിഹായേ, നിന്നെ ഞങ്ങളുടെ അടുക്കലേക്ക് അയച്ച അനാദിയായ കരുണകൾക്ക് സ്തുതി എന്നേക്കും. നിന്റെ പ്രമാണത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കുകയും നിന്റെ അറിവിനാൽ ഞങ്ങളുടെ അന്തരംഗങ്ങളെ പ്രകാശിപ്പിക്കുകയും നിന്റെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും എല്ലായ്പ്പോഴും നിന്റെ വചനങ്ങളെ അനുസരിക്കുന്നവരും നിന്റെ കൽപ്പനകളെ നിവർത്തിക്കലുമായി തിരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. തന്റെ മഹത്വത്തിന്റെ ജ്ഞാനത്താൽ മനുഷ്യരെ പ്രകാശിപ്പിക്കുന്നവനെ കർത്താവേ, പരിശുദ്ധവും ദൈവികവുമായി തിരുവഴുത്തുകളെ ധ്യാനിക്കുന്നതിനെ എന്റെ വിചാരങ്ങളെ പ്രശോഭിപ്പിക്കണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. കർത്താവേ, പാവനിയായ മറിയം നിന്റെ ശിരസിൽ സുഗന്ധതൈലം ഒഴിച്ചപ്പോൾ നിന്നിൽ നിന്ന് പുറപ്പെട്ട പരിമളം തന്നെ നിന്റെ ബഹുമാനത്തിനും ഞങ്ങളുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനത്തിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സുഗന്ധത്തോട് കരുമാറാകട്ടെ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെയും. അപ്പോസ്തലന്മാർ കർത്താവിനോട്,
ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോകാന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസനുണ്ടെന്നിരിക്കട്ടെ, അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്കുക എന്ന് അവനോട് പറയുന്നു. അല്ല, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്ന് കുടിച്ചു തീരുവോളം അരക്കട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നു കുടിച്ചു കൊള്ളുക എന്ന് പറയുകയില്ലയോ? തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ? അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം നിങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങൾ പറയും. അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയും ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കിടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലും നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട്, യേശുവേ നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ കവിണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരൻ ആയിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മടങ്ങി വന്നവനായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ എന്നേക്കും. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു സംഭവ വിവരണമുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലെ 5-ാം അധ്യായത്തിലാണ് അതിന്റെ ആദ്യ ഭാഗം. നയമാനെ കുറിച്ച്, അസിറിയൻ രാജാവിന്റെ സൈന്യാധിപനായ നയമാനെ കുറിച്ച്. അദ്ദേഹം അസിറിയൻ രാജ്യത്തിന് വേണ്ടി വീരശൂര പരാക്രമിയായി അസിറിയൻ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച പടനായകനാണ് നയമാൻ. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിന് കുഷ്ഠരോഗം പിടിപെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ ശുശ്രൂഷിക്കുന്ന ഇസ്രായേൽ ബാലിക പെൺകുട്ടി പറയുകയാണ്, യജമാനനെ എലീശ പ്രവാചകന്റെ അടുത്തേക്ക് കൊണ്ടുവച്ചെന്നാൽ ഒരുപക്ഷെ സൗഖ്യം ലഭിക്കുമായിരിക്കും. ഉടനെ രാജാവിന്റെ അനുവാദത്തോടുകൂടെ പരിവാരങ്ങളോടുകൂടെ അനേകം സമ്മാനങ്ങളുമായിട്ട് നയമാൻ യാത്ര തിരിക്കുകയാണ് എലീശ പ്രവാചകന്റെ അടുത്തേക്ക്. അങ്ങനെ പ്രവാചകന്റെ അടുത്തേക്ക് ചെന്ന് കാര്യം ഉണർത്തിക്കുന്നു. സൗഖ്യമാകുവാനായിട്ട് അപേക്ഷിച്ചു. പ്രവാചകൻ, യോർദാനിൽ നീ പോയി 7 പ്രാവശ്യം കുളിച്ചാൽ സൗഖ്യമാകും എന്ന് പറഞ്ഞപ്പോൾ യോർദാനിൽ പോയി 7 പ്രാവശ്യം നയമാൻ കുളിച്ച് കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടെ നയമാൻ എലീശ പ്രവാചകന്റെ അടുത്തേക്ക് മടങ്ങി വന്ന് ആ പ്രവാചകനോട് നന്ദി പറയുന്ന ആ ഒരു സന്ദർഭമുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലെ 5-ാം അധ്യായം അതിന്റെ അവസാന ഭാഗം. പക്ഷേ എലീശ പ്രവാചകൻ അതിന്റെ ആ കൊണ്ടുവന്ന സമ്മാനങ്ങൾ, ഒരുപാട് സമ്മാനങ്ങളുണ്ട് അദ്ദേഹത്തിനായി. സമ്മാനങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷേ നയമാൻ ആ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രവാചകന്റെ ആ കാൽക്കൽ കവിണ്ടുകൊണ്ടോട് പറയുന്നു, ഇസ്രായേലിൽ നിന്റെ ദൈവമല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ വിശ്വസിക്കും.
ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, നയമാൻ ആ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തിരിച്ചു വന്ന് എലീശാ പ്രവാചകന്റെ അടുത്തേക്ക് തിരിച്ചു വന്ന് ആ നന്ദി പ്രകടിപ്പിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്. ഇവിടെ സുവിശേഷത്തിൽ നാം കാണുന്നതും ഒരു സമാനമായിട്ടുള്ള സംഭവമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള ഭാഗം. കർത്താവ് വിശ്വാസത്തെ സംബന്ധിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. ശിഷ്യന്മാർ ചോദിക്കുന്നു, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. അതിന് മറുപടിയായിട്ടാണ് കർത്താവ് പിന്നീട് അവിടെ സംസാരിക്കുന്നത്. സാധാരണ കർത്താവിന്റെ ശൈലി സുവിശേഷത്തിൽ നാം പരിശോധിക്കുമ്പോൾ കർത്താവ് ഒരു കാര്യം അവതരിപ്പിച്ച് അതിനെ മനസ്സിലാക്കുവാനായി തുടർന്നൊരു ഉപമയും കൂടെ അതിന് പിന്നാലെ പറയും. അപ്പോൾ ഒരു ഉപമയുടെ സ്ഥാനത്താണ് ഈ സംഭവം ഇരിക്കുന്നത്. പക്ഷെ നാം വായിക്കുമ്പോൾ ഒരു സംഭവ വിവരണമായിട്ടാണ് നാം കാണുന്നത്. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നു അത് ഉപമയായിരുന്നു, അത് അത്ഭുത പ്രവർത്തനമായിട്ട് പിന്നീട് രൂപാന്തരപ്പെട്ടു എന്നാണ് വേദ പണ്ഡിതന്മാർ പറയുന്നത്. എന്തായാലും ഈ ഭാഗം നാം പരിശോധിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ആ 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കൽ വന്ന് സൗഖ്യമാകും. എന്നാൽ ഒരുത്തൻ മാത്രം തിരിച്ചു വന്ന് നന്ദി പറയുന്നു. 9 പേർ എവിടെയെന്ന് കർത്താവ് ചോദിക്കുന്നു. അവർ തിരിച്ചു വരുന്നില്ല. ഒരുത്തൻ മാത്രം യേശുവിന്റെ അടുത്തേക്ക് തിരിച്ചു വന്ന് ആ നന്ദി പ്രകടിപ്പിക്കുക. ഇവിടെ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് അവരുടെ വിശ്വാസവും അവരുടെ സ്നേഹവും അവരുടെ നന്ദി പ്രകടനമാണ്. ഇത് മൂന്നും തമ്മിൽ ബന്ധിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരുമയോടെ പോകുന്ന കാര്യങ്ങളാണ് ഈ 3 കാര്യങ്ങൾ. വിശ്വാസം എന്നത് നമുക്കറിയാം, അതിനെക്കുറിച്ചുള്ള ഡെഫിനിഷൻസ് ഒക്കെ നമുക്കറിയാം. നമ്മൾ വിശ്വാസികളാണ്. വിശ്വാസം മൂലം നാം ദൈവ ആരാധനയിൽ പങ്കെടുക്കുന്നു, മറ്റ് ആത്മീയമായിട്ടുള്ള ശുശ്രൂഷകളിൽ ഒക്കെ പങ്കെടുക്കുന്നവർ. പക്ഷേ വിശ്വാസമുണ്ടെങ്കിൽ അവിടെ സ്നേഹം ഉണ്ടാകണം. ആ സ്നേഹം നിറയുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയം ഉണ്ടാകണം. ഒരു മടങ്ങി വരുവിന്റെ കർത്താവിന്റെ അടുക്കിലേക്ക് ആ മടങ്ങി വന്ന് ആ നന്ദി പ്രകടിപ്പിച്ചതുപോലെ മടങ്ങി വന്ന് നന്ദി പ്രകടനം നടത്താൻ നമുക്ക് സാധിക്കും. അത് ദൈവത്തോട് മാത്രമല്ല, മനുഷ്യരോടുള്ള നന്ദി പ്രകടനവും ദൈവത്തോടുള്ള നന്ദി പ്രകടനം തന്നെയാണ്. ദൈവത്തോട് നമ്മൾ 100 പ്രാവശ്യം ചിലരൊക്കെ നാമജപം പോലെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നന്ദിയിൽ 100 പ്രാവശ്യം പറഞ്ഞു. ചില മെസ്സേജുകളൊക്കെ മൊബൈലിലൊക്കെ ഇടയ്ക്ക് വരും. ഇങ്ങനെ പറഞ്ഞാൽ, ഇങ്ങനെ ഫോർവേഡ് ചെയ്താൽ, 100 പ്രാവശ്യം ഫോർവേഡ് ചെയ്താൽ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും. നിങ്ങളുടെ മൊബൈലൊക്കെ വന്നിരിക്കും. അതുപോലെ ഒരു 1000 പ്രാവശ്യം നന്ദി പറഞ്ഞാൽ, ദൈവത്തോട് നന്ദി പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി എന്നുള്ള ധാരണ നമുക്കുണ്ട്. ചിലർക്കെങ്കിലും ഉണ്ട്, എല്ലാവർക്കുമല്ല, ചിലർക്കെങ്കിലും അങ്ങനെയുണ്ട്. പക്ഷേ നന്ദി എന്നുള്ളത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. വിശ്വാസത്തിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് നന്ദി എന്ന് പറയുന്നത്. താങ്ക്സ് ഗിവിംഗ്. വെറുതെ നന്ദി എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ആയില്ല. അവിടെ വിശ്വാസം ഉണ്ടാകണം, ദൃഢമായ വിശ്വാസം ഉണ്ടാകണം. കാരണം ആ കുഷ്ഠരോഗി ഒരുത്തൻ മടങ്ങി വന്ന് യേശുവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ട് ബന്ധത്തിൽ ആകാൻ സാധിച്ചു. അത് അവന്റെ നേട്ടമാണ്. മറ്റ് 9 പേർ പോയ വഴിയിൽ അവരെ കാണുന്നില്ല. അവർക്ക് ആ വ്യക്തിപരമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ, നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ഒരുത്തർ മാത്രമേ ആ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരുന്നുള്ളൂ. അത് വിശ്വാസമാണ്. അവനുള്ള വിശ്വാസത്താലാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവനെ യേശുവിനെ സ്നേഹിക്കുവാനും മനുഷ്യരെ സ്നേഹിക്കുവാനുമായിട്ട് സാധിക്കുന്നത്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. നാം മനുഷ്യരെ സ്നേഹിക്കുന്നവരാണ്.
മോശമായി സംസാരിക്കുന്നവരെ, നമ്മളെ ഒളിച്ചിരുന്ന് അമ്പയ്യാൻ ആഗ്രഹിക്കുന്നവരെ, അവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ചിലരൊക്കെ ഇടയ്ക്ക് എൻ്റെ ചെവിയിൽ എന്ന് പറയും, അച്ഛാ അവൻ അച്ഛനെ അലക്കാനായിട്ട് നോക്കുന്നുണ്ട് എന്ന് വന്ന് പറയും. തരം കെട്ടിയാൽ അച്ഛനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ശ്രമം അവൻ ചെയ്യട്ടെ എന്ന് പറയുന്നത്. കാരണം ദൈവമായിട്ടുള്ള വിശ്വാസത്തിന്റെ, സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പുരോഹിതൻ പ്രവർത്തിക്കേണ്ടത്. അവരെ എല്ലാവരും സമന്മാരാണ്. എല്ലാവരെയും ഒരുപോലെ കാണാൻ, ഒരുപോലെ ശുശ്രൂഷകൾ നൽകുവാനുമുള്ള ഉത്തരവാദിത്വം ഒരു പുരോഹിതനും. എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കുമോ നമുക്ക്? പല ഭവനങ്ങളിലും ഒക്കെ പ്രശ്നങ്ങളാണ്, വഴക്കുകളാണ്. ബന്ധുക്കൾ തമ്മിൽ വഴക്ക്, അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ വഴക്ക്, അയൽപക്കക്കാർ തമ്മിൽ വഴക്ക്. അങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, എല്ലായിടത്തും വഴക്കിന്റെ ഒരു വിള്ളൽ ഓരോ ഭവനങ്ങളിലും ഉണ്ടാകും. അപ്പൊ എങ്ങനെയാണ് വിശ്വാസം ഉണ്ടാകാൻ നമുക്ക് പറയാൻ സാധിക്കുക? നമ്മൾ വിശ്വാസികളാണെന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? ഈ ഇന്നത്തെ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അങ്ങനെ സാധിക്കില്ല. നമുക്ക് വിശ്വാസമില്ല, നമുക്ക് സ്നേഹമില്ല, നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയമില്ല എന്ന് വേണം കരുതാൻ. നമുക്ക് മറ്റുള്ളവരെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെ ദേഷിക്കുന്നവരെ, നമ്മളുമായി വഴക്കിടുന്നവരെ, നമ്മളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വിശ്വാസം ശുഷ്കമാണ്. നമ്മൾ പെരുപ്പിച്ച് കാണിക്കുന്ന, റാലിയിൽ നമ്മൾ ഘോഷിക്കുന്ന, നമ്മൾ കൊടികൾ പിടിച്ച് അട്ടഹസിച്ച് പറയുന്ന വിശ്വാസമൊന്നും നമുക്കില്ല. നമ്മുടെ വിശ്വാസം ശുഷ്കിച്ചു പോയിരിക്കുന്നു. അങ്ങനെ എല്ലാവരും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥ വിശ്വാസമുണ്ട്. അവിടെ ദൈവമാകെ നന്ദി നിറഞ്ഞ ഹൃദയമുണ്ട് നമുക്ക്. അങ്ങനെ ദൈവത്തോട് നന്ദി, ദൈവമേ നന്ദി എന്ന് പറയുമ്പോൾ അവിടെ ആ നന്ദിക്ക് ജീവനുണ്ട്. അല്ലെങ്കിൽ ആ നന്ദിക്ക് ജീവനില്ല, ചത്ത നന്ദിയായിട്ട് മാറും. നമ്മുടെ വാക്കുകൾ ഇന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നാം വായിച്ചപ്പോൾ നാം കേട്ടു, അധരം കൊണ്ട് നാം ദൈവത്തെ ബഹുമാനിക്കുന്നു, നമ്മുടെ ഹൃദയമോ ദൈവത്തിൽ ദൂരത്തായിരിക്കുന്നു. നിങ്ങൾ മാനുഷ കൽപ്പനകളാണ് നിങ്ങൾ പാലിക്കുന്നത്, ദൈവികമായിട്ട് കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധയില്ല എന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിലാകട്ടെ. ആ വിശ്വാസത്തിന്റെ പ്രവർത്തനങ്ങളിൽ ജീവിതത്തിൽ നിന്ന് സ്നേഹം നമ്മിൽ നിന്ന് ഉത്ഭവിക്കട്ടെ. ആ സ്നേഹം വന്ന് നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ നന്ദി പ്രകടനം, ദൈവത്തോട് മനുഷ്യരോട് നന്ദിയാൽ നിറഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വന്ന് ദൈവത്തോട് നന്ദി പറയുവാൻ, സത്യസന്ധതയോടെ വിശ്വസ്തയോടെ ആ നന്ദി പ്രകടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് കർത്താവ് ഇന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കുവാനും ഈ കൈത്തയുടെ അവസാന ആഴ്ചവട്ടങ്ങളാണ്. 6ാമത്തെ ആഴ്ചയാണ് കൈത്തയുടെ. ഇനിയുള്ള സുവിശേഷ സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ വെറുതെ ബാഹ്യമായിട്ടുള്ള ഒരു കേൾവിയല്ല, ആന്തരികമായിട്ടുള്ള കേൾവി നമുക്കുണ്ടാകുവാൻ കർത്താവ് ഇന്ന് ആഗ്രഹിക്കുന്നു. ആ ഒരു കേൾവിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റിയെടുക്കുവാൻ ഈ കൊറോണ കാലഘട്ടത്തിൽ ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മുടെയൊക്കെ സ്ഥിതി എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പരിശോധിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. വ്യക്തിപരമായി, കുടുംബപരമായി, സമൂഹമായി അങ്ങനെ ചിന്തിക്കുവാൻ, മാറ്റങ്ങൾക്ക് വിധേയമാകുവാൻ നമുക്ക് സാധിക്കട്ടെ. വിശ്വാസവും സ്നേഹവും നന്ദിയും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയട്ടെ.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നാം എല്ലാവരും ആനന്ദത്തോടും സന്തോഷത്തോടും കൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞപേക്ഷിക്കുക. കർണവലേക്കുള്ള ആശ്വാസത്തിന്റെയും ദൈവമായവനെ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഞങ്ങളുടെ രക്ഷിതാവും ഞങ്ങളെ സൂക്ഷിക്കുന്നവനും സർവ്വത്തിന്റെയും പരിപാലകനുമായവനെ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനും എല്ലാ രാജ്യങ്ങൾക്കും വിശ്വാസത്തോടെ വസിക്കുന്നവരായിരിക്കും വേണ്ടി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ഞങ്ങളുടെ വിശുദ്ധാക്കന്മാരായ മാറന്മാർക്ക് വർഗീസ് മൂന്നാമൻ കാത്തോലിക്ക പാത്രിയാർക്കീസിന്റെയും മാറപ്പനുദ്രപരിധിയുടെയും മാറിയോഹന്നാൻ മാറൗഗ്യൻ എപ്പിസ്കോപ്പന്മാരുടെയും അവരുടെ കൂട്ടുശുശ്രൂഷകന്മാരായ എല്ലാവരുടെയും ആരോഗ്യത്തിനു വേണ്ടി ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. സർവ്വതയോട് പരിപാലിക്കുന്ന കൃപാലുവായ ദൈവമേ ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. നിന്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ സമാധാനവും ആശ്വാസവും ഞങ്ങളോടുകൂടെ വർദ്ധിപ്പിക്കുകയും ഞങ്ങളോട് കരുണയുണ്ടാവുകയും ചെയ്യുമാറാകണമേ. നമ്മോടുകൂടെ സമാധാനം ഉണ്ടാകുവാൻ നാം പ്രാർത്ഥിക്കുക. സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദത്തെ കേൾക്കുവാനും അപേക്ഷയെ കൈക്കൊള്ളുവാനും നമ്മോട് കരുണയുണ്ടാകുവാനുമായിട്ട് സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. നമ്മെ രക്ഷിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമായ മിശിഹായുടെ അമ്മ ഭാഗ്യവതിയായ വിശുദ്ധ കന്യകമാർത്ത മറിയത്തിന്റെ ഓർമ്മയ്ക്കായും അവളെ നമ്മുടെ ജീവിതകാലം മുഴുവനും തന്റെ കൃപയാൽ നമ്മെ വിശുദ്ധീകരിക്കുവാനും തന്റെ ഇഷ്ടം നമ്മെ ധരിക്കുവാനും തന്റെ സത്യം പൂർത്തിയാക്കുവാനുമായിട്ട് സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. സ്ഥിരമുള്ള വിശ്വാസത്തിലും സത്യമതത്തിലും ഈ ലോകത്ത് നിന്ന് കടന്നുപോയ സത്യവിശ്വാസികളായ നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും ഓർമ്മയ്ക്കായും അവരുടെ കുറ്റങ്ങളെയും ലംഘനങ്ങളെയും ക്ഷമിക്കുകയും മോചിക്കുകയും ചെയ്യുവാനും തന്നെ പ്രസാദിപ്പിച്ചവരായ നീതിമാന്മാരുടെയും നിഷ്കപടന്മാരുടെയും കൂടെ ആനന്ദിക്കുവാനും വിനിയോഗയാക്കുവാനുമായിട്ട് സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. ഭയങ്കരമായ രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടവരും ദുരാത്മാക്കളാൽ പരീക്ഷിക്കപ്പെടുന്നവരുമായവർക്ക് നമ്മുടെ കർത്താവും ദൈവവുമായവൻ ദയയുടെയും സൗഖ്യത്തിന്റെയും മാലാഖയെ അയക്കുവാനും അവരെ തന്റെ കൃപയുടെ ബോധത്താലും അനുഗ്രഹങ്ങളാലും സന്ദർശിക്കുവാനും ഭേദപ്പെടുത്തുവാനും സൗഖ്യമാക്കുവാനും സഹായിക്കുവാനും ആശ്വസിപ്പിക്കുവാനുമായിട്ട് സർവനാഥനായ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക. വിശേഷിച്ച് പിതാവും സർവനാഥനുമായ ഏകദൈവത്തെ പ്രാർത്ഥിക്കുകയും വന്ദിക്കുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ഉയർത്തുകയും ചെയ്യുവാൻ നമുക്ക് അത്യന്തം ആവശ്യമത്രേ. എന്തുകൊണ്ടെന്നാൽ അവൻ തന്നെ മിശിഹായാൽ നമ്മുടെ ആത്മാക്കൾക്ക് നല്ല പ്രത്യാശയും രക്ഷയും നൽകി അവൻ തന്നെ അവസാനം വരെ തന്റെ കൃപയും ദയയും അനുഗ്രഹങ്ങളും നമ്മോടുകൂടെ തികയ്ക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടും അപേക്ഷയോടും സമാധാനത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും മാലാഖയ്ക്കായി യാചിക്കുന്നു. ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും രാവും പകലും നിസ്സലകൃത്യമായ സമാധാനവും ഞങ്ങൾക്ക് പാപങ്ങൾ കൂടാതെ ജീവിതവും യാചിക്കുന്നു. പാപങ്ങളുടെ മുന്നിലെയും ഞങ്ങൾ ജീവനെ സഹായിക്കുന്നവരെയും യാചിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹങ്ങളെയും കരുണയും ഇടാതെ എപ്പോഴും യാചിക്കുന്നു. നാം ഓരോരുത്തരും താൻ തന്നെ മറ്റുള്ളവരുടെയും ആത്മാക്കളെയും പിതാവിനുദിശായിക്ക് പ്രവേശിപ്പിക്കുക. ഞങ്ങൾ കർത്താവായ ദൈവമേ നിന്നിലേക്ക് പരമേൽപ്പിക്കുന്നു. ബലവാനായ ദൈവമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. നിന്റെ
നിന്റെ കൃപ ഞങ്ങളിൽ പൂർത്തിയാക്കുകയും നിന്റെ ദാനം ഞങ്ങൾ വഴിയായി ഒഴുക്കുകയും ചെയ്യണമേ. നല്ലവനും മനുഷ്യ സ്നേഹിയുമായുള്ളവേ, നിന്റെ ദൈവത്വത്തിന്റെ കരുണകളും കനിവും നിന്റെ ജനത്തിന്റെ ഗണങ്ങളുടെ മോചനത്തിനും നിന്റെ കൃപയാലും കരുണകളാലും നീ നിനക്കായി തിരഞ്ഞെടുത്ത നിന്റെ ആട്ടിൻകൂട്ടത്തിലെ എല്ലാ ആളുകളുടെയും പാപമോചനത്തിനുമായിരിക്കുമാറാകട്ടെ. എന്നേക്കും സർവ്വനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കൈവെപ്പിനായി നിങ്ങളുടെ ശിരസുകളെ കുനിച്ച് അനുഗ്രഹം കൈക്കൊള്ളുവിൻ. കർത്താവേ, നിന്റെ ദയയാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങളെല്ലാവരും ഒന്നായി യോജിച്ച് നിന്റെ കർത്തൃത്വത്തെ മഹത്തായ ഇഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും നിരപ്പിക്കുകയും ചെയ്യുന്നതായ നീതിയുടെ സൽപ്രവൃത്തികളാൽ നിന്റെ ദൈവത്വത്തെ പ്രസാദിപ്പിക്കുന്നതിനും നിന്റെ കൃപയുടെ സഹായത്താൽ നിനക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും ഉയർത്തുന്നതിനും ഞങ്ങൾ യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്നേക്കും സർവ്വനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. ഞാൻ തീർച്ചയായും കർത്താവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു. സാധുക്കൾ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കട്ടെ. മഹത്വപ്പെട്ട അവന്റെ ത്രിത്വത്തിൽ എന്നേക്കും ഞങ്ങൾ സ്തുതി ഉയർത്തും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയും തന്റെ മരണത്തിന്റെയും കബറടക്കത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും ഓർമ്മയെ കൊണ്ടാടുവാൻ നമ്മോട് കൽപ്പിക്കുകയും ചെയ്ത ആ മിശിഹ തന്നെ തന്റെ കൃപയാലും കരുണകളാലും ഈ ബലിയെ നമ്മുടെ ബലിഹീന കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എന്നേക്കുമായുള്ളവേ നിന്റെ കൽപ്പന പ്രകാരം നിന്റെ കൽപ്പന പ്രകാരം രണ്ടാം ഒരുപോലെ സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ വിമോചക ബലിപീഠത്തിന്മേൽ നിരത്തി വെക്കപ്പെടുന്നു. അവനെ സദാ സ്തുതി എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ശ്രീഹായിൻ മാതാ കന്യാമറിയത്തിൻ ഓർമ്മ മദ്ബഹമേ ഉണ്ടായിടട്ടെ. ഏകജാതന്റെ പ്രിയ ശ്രീഹരേ, സൃഷ്ടി ശാന്തിക്കായി പ്രാർത്ഥിക്കണമേ. എന്ന് പറയട്ടെ. സ്തുത്യ വിശുദ്ധ മുടിച്ചോടും സഹദ എന്നിവർ കൂടെ താതാവിനോർമ്മ ചെറിയവർ വലിയവരോടുകൂടെ പുനരുദ്ധാന പ്രത്യാശയിൽ അന്യരെല്ലാം നിദ്ര കൊള്ളുന്നു. കർത്താവായ ഈശോ മിശിഹ തന്റെ കൃപയാലും കരുണകളാലും നാം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. സത്യമായി വിശ്വസിച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ഏറ്റു പറയാം. സർവശക്തനായ
നമ്മോടുകൂടെ സമാധാനം. നമ്മുടെ പിതാക്കന്മാരായ കാത്തോലിക്കന്മാർ, അപ്പോസ്തലന്മാർ, കശീശന്മാർ, ശമാശന്മാർ, ബ്രഹ്മചാരികൾ, കന്യകകൾ, സത്യവിശ്വാസത്തിൽ ഈ ലോകത്ത് നിന്ന് കടന്നുപോയവർ, നമ്മുടെ പിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, പുത്രീ പുത്രന്മാർ, മിശിഹായെ സ്നേഹിച്ച വിശ്വസ്ത ഭരണാധികാരികൾ എന്നിവരുടെ ഓർമ്മയ്ക്കായി പ്രാർത്ഥിപ്പിൻ. തുര്യന്മാരും സ്ലീഹന്മാരുമായ എല്ലാവരുടെയും ഇവിടെയും എല്ലാ ദേശങ്ങളിലുമുള്ള സർവസഹോദരന്മാരുടെയും മോദ്യന്മാരുടെയും ഓർമ്മയ്ക്കായി പ്രാർത്ഥിപ്പിൻ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ദൈവമോരെ കിരീടം ധരിപ്പിക്കുന്നതിനും അവരോടുകൂടെ നമുക്കും സ്വർഗരാജ്യത്തിൽ നല്ല പ്രത്യാശയും മോഹനയും അവകാശവും ജീവനും നൽകുന്നതിനുമായി പ്രാർത്ഥിപ്പിൻ. ജീവനുള്ളവരും മരിച്ചവരുമായ എല്ലാവർക്കും വേണ്ടി കുർബാന അർപ്പിക്കപ്പെടുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മഹത്വത്തിന്റെ ഭയങ്കരമായ ആസ്ഥാനത്തിന് മുമ്പാകെ എന്റെ പാപാവസ്ഥയിൽ നിന്ന് ഇത് പ്രസന്നമുഖത്തോടെ സ്വീകരിക്കുമാറാകണമേ. ഈ കുർബാന പ്രസാദത്തോടുകൂടി സ്വീകരിക്കപ്പെടുമാറാകട്ടെ. മിശിഹായുടെ കൃപയാൽ സ്വർഗരാജ്യത്തിൽ നമ്മുടെ സഹായത്തിനും രക്ഷയ്ക്കും നിത്യജീവനുമായി തീരുവാൻ ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും ഈ കുർബാന വിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ. എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹാ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. മിശിഹാ നിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ. മിശിഹാ നിങ്ങളുടെ പൗരോഹിത്യത്തെ സ്വർഗരാജ്യത്തിൽ പ്രകാശിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും തന്റെ കൃപയ്ക്കും കരുണകൾക്കുമായി നോക്കിക്കാത്തിരിക്കുന്ന സർവ്വലോകത്തിനു വേണ്ടിയും നിങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിൽ പ്രസാദിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്നേക്കും ആമേൻ. മിശിഹായുടെ സ്നേഹത്തിൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുപ്പിൻ. കാത്തോലിക്കന്മാർ, ക്രിസ്തവന്മാർ, കശീശന്മാർ, ശമാശന്മാർ എന്നിവർക്കെല്ലാവർക്കും സഭയുടെ കൂട്ടത്തിൽ നിന്ന് പ്രാപിച്ചു കടന്നുപോയ സർവ്വജനത്തിനും ലോകത്തിന്റെ ജീവനും സമാധാനത്തിനും നിന്റെ കൃപയാൽ വത്സര ശുഭവൃത്തി അനുഗ്രഹിക്കപ്പെടുകയും പൂർണ്ണമാക്കപ്പെടുകയും ചെയ്യുന്നതിനും തിരുമുൻപായുള്ള ഈ കുർബാന കൈക്കൊള്ളുന്നതിന് യോഗ്യരായ സഭയുടെ മക്കൾക്കും ഈ സമയത്ത് തിരുമുൻപാകെ നിൽക്കുന്ന ദാസിദാസന്മാർക്കും ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ഈ കുർബാന കൈക്കൊള്ളുമാറാകട്ടെ. എന്നേക്കും ആമേൻ. നാം എല്ലാവരും നിർമ്മലതയോടും നെടുവീർപ്പോടും കൂടെ കർത്താവിനോട് ഏറ്റി പറയുകയും അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുക. ശ്രദ്ധയോടുകൂടെ നിന്നുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്ന ഭയഭക്തിജനകമായ രഹസ്യങ്ങളിൽ നിവർത്തിക്കപ്പെടുന്നവയെ നോക്കിക്കാണുവിൻ. തന്റെ മധ്യസ്ഥതയാൽ നിങ്ങൾക്ക് സമാധാനം വർദ്ധിക്കുവാനായി പ്രാർത്ഥിപ്പാൻ പുരോഹിതൻ സമീപിച്ചിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകളെ കീഴോട്ട് താഴ്ത്തുകയും നിങ്ങളുടെ മനസ്സിനെ സ്വർഗത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുവിൻ. ഉണർവോടും ഉത്സാഹത്തോടും കൂടി ഈ സമയത്തിൽ അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുവിൻ. ആരും സംസാരിപ്പാൻ തുനിയരുത്. പ്രാർത്ഥിക്കുന്നവൻ തന്റെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കട്ടെ. നിശബ്ദമായും ഭയഭക്തിയോടും കൂടി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ ബഹുമാനത്തിനും ഞങ്ങളുടെ വിമോചനത്തിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സുഗന്ധവർഗ്ഗങ്ങൾ നിന്റെ മഹത്വപ്പെട്ട ത്രിത്വത്തിന്റെ വന്ധ്യവസ്തുത്യവുമായ നാമത്താൽ വാഴ്ത്തുമാറാകട്ടെ. പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, ദൈവമായുള്ളവേ, നിന്റെ സ്നേഹപ്രസാദത്തിന്റെ സൗരഭ്യമാസം ഞങ്ങൾ വീശുകയും മഹത്വത്തിന്റെ ആലയത്തിലൂടെ വിശുദ്ധ മദ്ബഹിക്കുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ മകളമായ ധൂമം നിന്നെ
നാമത്തിന്റെ ആനന്ദത്തിലും നിന്റെ ദാസീദാസന്മാരുടെയും നിന്റെ ആട്ടിൻകൂട്ടത്തിന്റെയും വിമോചനത്തിനുമായി തിരുകയും ചെയ്യുമാറാകട്ടെ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇപ്പോൾ എല്ലായ്പ്പോഴും എന്നേക്കും. നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്നതത്തിലായിരിക്കട്ടെ. സർവനാഥനായ ദൈവത്തിന്റെ കുർബാന അർപ്പിക്കപ്പെടുന്നു. നമ്മോടുകൂടെ സമാധാനം. എന്റെ സഹോദരങ്ങളെ എനിക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. നിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ. നിങ്ങളുടെ പൗരോഹിത്യത്തെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രകാശിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും തന്റെ കൃപയ്ക്കും കരുണകൾക്കുമായി നോക്കി കാത്തിരിക്കുന്ന സർവ്വലോകത്തിനു വേണ്ടിയും നിങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിൽ പ്രസാദിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇടപെടാതെ അട്ടഹസിച്ചും സ്തുതിച്ചുകൊണ്ട് എന്നോടൊരുവൻ വിളിച്ചു പറയുന്നു, ബലവാൻ ദൈവമാം കർത്താവ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സ്വർഗ്ഗവും ഭൂമിയും സ്തുതികളാലും ഉണ്മയുടെ സ്വഭാവത്താലും തന്റെ മഹത്വത്തിൻ പ്രഭയിൽ അലങ്കാരത്താലും നിറഞ്ഞിടുന്നു. അത്യുന്നതങ്ങളിലോശാന, ദാവീദിൻ പുത്രനേ ഹോശാന, കർത്താവിൻ നാമത്തിൽ വന്നവനും വരുന്നവനും വാഴ്ത്തപ്പെട്ടവൻ. അത്യുന്നതങ്ങളിൽ എന്റെ സഹോദരങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ. നിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ. നിങ്ങളുടെ പൗരോഹിത്യത്തെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രകാശിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും തന്റെ കൃപയ്ക്കും കരുണകൾക്കുമായി നോക്കി കാത്തിരിക്കുന്ന സർവ്വലോകത്തിനു വേണ്ടിയും നിങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിൽ പ്രസാദിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളോടുള്ള നിന്റെ സർവസഹായങ്ങൾക്കും കൃപകൾക്കും വേണ്ടി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കും. ഇപ്പോ എല്ലായ്പ്പോഴും എന്നേക്കും. നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രാർത്ഥിപ്പിൻ. സമാധാനം നമ്മോടുകൂടെ. കാൽവരി ക്രൂശിൽ നോക്കി ഞാൻ കണ്ടു ക്രൂശിതൻ കർത്താനെ,
ഏറ്റു രോദനവും ദാഹം നമുക്കായി വേണ്ടിയത്രേ, ദാഹം നമുക്കായി വേണ്ടിയത്രേ. പറയട്ടെ തെറ്റുകൾ വലവാകെയ കള്ളൻകോ, നിൻ രാജ്യം വരും സമയത്തു കർത്താവേ എന്നെ ഓർത്തിടണേ, കർത്താവേ എന്നെ ഓർത്തിടണേ. ദൂതരിൻ നാദം മുഴങ്ങി അവൻ തന്നെയും ജയിച്ചതാ, എന്റെ പാപത്തെ ക്രൂശിക്കുന്നു, എന്റെ പാപത്തെ ക്രൂശിക്കുന്നു. എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കട്ടെ, നിങ്ങളുടെ കുർബാന കൈക്കൊള്ളട്ടെ, നിങ്ങളുടെ പൗരോഹിത്യത്തെ സ്വർഗരാജ്യം പ്രകാശിപ്പിക്കട്ടെ. നിങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾക്കു വേണ്ടി നോക്കി പാർക്കുന്ന സർവ്വർക്കു വേണ്ടിയും നിങ്ങൾ അർപ്പിക്കും നീ ബലിയിൽ പ്രസാദിക്കട്ടെ എന്നേക്കുമാമേ. അടക്കത്തോടും ഭയഭക്തിയോടും കൂടെ എഴുന്നേറ്റുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് വന്ന് നിന്റെ ദാസരുടെ കുർബാനമേൽ ആവസിക്കുകയും കർത്താവേ, ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനത്തിന്റെ വലിയ പ്രത്യാശയ്ക്കും തിരുമുമ്പാകെ പ്രസാദിപ്പിച്ച എല്ലാവരോടും കൂടെ സ്വർഗരാജ്യത്തിൽ പുതുജീവനുമായി തീരുവാൻ ഇതിനെ വാഴ്ത്തുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളോടുള്ള വലിയതും അത്ഭുതകരവുമായ ഈ എല്ലാ പരിപാലനത്തിനു വേണ്ടി തെളിവോട് മുഖപ്രസാദത്തോടും കൂടെ നിന്റെ വിശുദ്ധാരുടെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട നിന്റെ സഭയിൽ ഞങ്ങൾ നിന്നെ പുകഴ്ത്തുകയും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യും. വിശുദ്ധായും വിലയേറിയ രക്തത്താൽ രക്ഷിക്കപ്പെട്ട നിന്റെ ഈ സഭയിൽ ഞങ്ങൾ നിന്നെ പുകഴ്ത്തുകയും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യും. ജീവനവും പരിശുദ്ധവും ജീവൻ നൽകുന്നതുമായ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും ഞങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ എല്ലായ്പ്പോൾ എന്നേക്കും ദൈവമേ കനിയുക നിൻ കൃപയാ, എന്റെ പാപങ്ങൾ മാറ്റുക നിൻ കരുണയാ, തികയ്ക്കുവാൻ നിൻ ഹിതത്തെ എന്റെ
ദൈവമായുള്ള ഞങ്ങളുടെ അസുഖങ്ങളുടെയും വർഷത്തിന്റെയും ദുർഗന്ധത്തെ സ്നേഹമാത്രത്തിന്റെ പരിമളത്താൽ ആരംഭിക്കുകയും പാപത്തിന്റെ കറകളിൽ നിന്ന് ഞങ്ങളെ കഴുകുകയും ചെയ്യണമേ. ഞങ്ങളുടെ അന്വേഷണത്തിനായി പുറപ്പെടുകയും ഞങ്ങളുടെ തെറ്റിപ്പോയ അവസ്ഥയെ കണ്ടുപിടിക്കുകയും ഞങ്ങളുടെ തിരിച്ചുവരവിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന നടികളെ ഞാൻ അറിയുന്ന അറിയാത്തതുമായ എൻ്റെ എല്ലാ പാപങ്ങളും കടന്നു ഞങ്ങളുടെ കർത്താവ് ദൈവമായുള്ളവേ, ഈ ദൈവാലയത്തെ അനുഗ്രഹിക്കണമേ. സുവിശേഷത്തിന് സേവയിൽ പ്രസാദിക്കണമേ. വിശുദ്ധ കുർബാനയിൽ കൊണ്ടുചേർന്ന അതിന്റെ ദാസിദാസന്മാരെ നിരക്കോട് നിറയ്ക്കണമേ. ഇത് തത്സമയം വീക്ഷിക്കുന്ന വിശ്വാസങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെ നവീകരിച്ചതിന്റെ സൃഷ്ടിയോട് നിരപ്പിക്കുകയും ചെയ്യുമാറാകണമേ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായുള്ളവേ. സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ ഈ രഹസ്യങ്ങളുടെ അടുക്കലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കുന്നു. സത്യമായിട്ടും കർത്താവേ, ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ ബലഹീനതം ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ പാപങ്ങൾ ധാരാളമാകുന്നു. യോഗ്യരല്ലാതിരിക്കെ നിന്റെ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായി ഈ രഹസ്യങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കുന്നു. സത്യമായിട്ടും കർത്താവേ, ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ ബലഹീനതം ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ പാപങ്ങൾ ധാരാളമാകുന്നു. ഞങ്ങളുടെ കർത്താവ് ദൈവമായുള്ളവേ, ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ നിന്റെ കൃപയുടെ കാരുണ്യം സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ ഈ രഹസ്യങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കുന്നു. സത്യമായിട്ടും കർത്താവേ, ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ ബലഹീനതം ഞങ്ങൾ യോഗ്യരല്ലാതിരിക്കെ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ പാപങ്ങൾ ധാരാളമാകുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായ തിരുനാമത്തിന്റെ മഹത്വവും നിന്റെ കർത്തൃത്വത്തിന് ആരാധനയും എപ്പോഴും എന്നേക്കും. സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതും ഇതിനെ ഭക്ഷിക്കുന്നവർ മരിക്കാത്തതും ഇതിനെ കൈക്കൊള്ളുന്നവർ ഇതിനാൽ രക്ഷിക്കപ്പെടുകയും മോചിക്കപ്പെടുകയും എന്നേക്കും ജീവിക്കുകയും ചെയ്യുന്നതുമായ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ അപ്പമിതാകുന്നു. വർണ്ണിപ്പാൻ കഴിയാത്ത നിന്റെ ദാനത്തിനായ കർത്താവേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും. ഇത് ഞാൻ തന്നെയാകുന്നുവെന്ന് കാണുവിൻ. സ്വർഗ്ഗേ നിന്നുള്ള അപ്പം ഞാനെന്ന രഹസ്യം കർത്തൻ ശിഷ്യരോടോടി സ്നേഹത്താൽ എന്നെ കൈക്കൊള്ളുന്നവർ നിത്യം ജീവിക്കും, സ്വർഗം നേടിയിടും. കർത്താവേ, ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനവും പാപങ്ങളുടെ പരിഹാരവും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർത്തുന്നേൽപ്പിന്റെ വലിയ പ്രത്യാശയും സ്വർഗരാജ്യത്തിൽ പുതുജീവൻ ഉണ്ടാകുവാൻ ഞങ്ങളെയും ഇവിടെയും എല്ലാ രാജ്യങ്ങളിലുമുള്ള നമ്മുടെ കർത്താവായ മിശിഹായുടെ പരിശുദ്ധ സഭയെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വപ്പെട്ട ത്രിത്വത്തിന്റെ ആരാധ്യവും സ്തുത്യവുമായ നാമത്താൽ സ്തുതിക്കപ്പെടുന്നതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ ഏകമായി നിയോഗിക്കപ്പെടുകയും പരിശുദ്ധമാക്കപ്പെടുകയും പൂർത്തീകരിക്കപ്പെടുകയും പൂർണ്ണമാക്കപ്പെടുകയും യോജിപ്പിക്കപ്പെടുകയും സൃഷ്ടിച്ച
നിനക്ക് സ്തുതി. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ നീ എന്നെ വിളിച്ചതിനാൽ നിനക്ക് സ്തുതി. ഞാൻ അയോഗ്യനായിരിക്കെ സ്തുതിക്കപ്പെട്ടതും പരിശുദ്ധവും ജീവിപ്പിക്കുന്നതും ദൈവികവുമായ യേശുവിന്റെ ദാനത്തിന് ശുശ്രൂഷകനും മധ്യസ്ഥനുമായ നിന്റെ കൃപയാണ് നീ എന്നെ നിയമിച്ചതിന് നിനക്ക് സ്തുതി. കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനുമായി നിന്റെ കൃപയാലും കരുവിനാലും നീ എന്നെ യോഗ്യനാക്കണമേ. എൻ്റെ ബലഹീനാവസ്ഥയോടുള്ള നിന്റെ ധാരണമായ എല്ലാ പരിപാലനങ്ങൾക്ക് വേണ്ടിയും ഞാൻ നിനക്ക് സ്തുതിയും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കും എന്നേക്കും. സ്തുതിയാല്ലാത്ത പുത്രനെ നിനക്ക് സ്തുതി. സർവത്തെയും ശുദ്ധീകരിക്കുന്ന ദിശായേ നിനക്ക് എന്നേക്കും സ്തുതി. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ, ഇപ്പോൾ എല്ലായ്പ്പോൾ എന്നേക്കും. നമുക്കെല്ലാവർക്കും ഭയത്തോടും ബഹുമാനത്തോടും കൂടെ നമ്മുടെ രക്ഷിതാവിന്റെയും ശരീരത്തിന്റെയും വിലയേറിയ രക്തത്തിന്റെയും രഹസ്യത്തിലേക്ക് സമീപിക്കാം. ശുദ്ധഹൃദയത്തോടും സത്യവിശ്വാസത്തോടും തന്റെ കഷ്ടാനുഭവത്തെ ഓർക്കുകയും ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി ചിന്തിക്കുകയും ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ ഏകജാതൻ നമുക്ക് വേണ്ടി മനുഷ്യനിൽ നിന്ന് മർത്യശരീരത്തെയും ബുദ്ധിയുള്ളതും വിവേകമുള്ളതും അമർത്യവുമായ ആത്മാവിനെയും എടുത്ത് തന്റെ ജീവിപ്പിക്കുന്ന ന്യായ പ്രമാണങ്ങളാലും തന്റെ വിശുദ്ധ കൽപ്പനകളാലും തെറ്റായ വഴിയിൽ നിന്ന് സത്യത്തിന്റെ അറിവിലേക്ക് നമ്മെ അടുപ്പിച്ചു. നമുക്ക് വേണ്ടിയുള്ള തന്റെ എല്ലാ പരസ്യ ശുശ്രൂഷയ്ക്കും ശേഷം നമ്മുടെ സ്വഭാവത്തിന്റെ ആദ്യഫലം ക്രൂശിൽ പരീക്ഷിക്കപ്പെട്ട് മരിച്ചവരുടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി നമ്മുടെ നേരെയുള്ള തന്റെ എല്ലാ കൃപയാൽ നാം ഓർക്കേണ്ടതിന് തന്റെ പരിശുദ്ധ രഹസ്യങ്ങളെ നമ്മെ ഏൽപ്പിച്ചു. ആകയാൽ നാം കഴിഞ്ഞൊടുക്കുന്ന സ്നേഹത്തോടും എളിയ മനസ്സോടും എന്നേക്കുമുള്ള ജീവന്റെ ദാനത്തെ കൈക്കൊള്ളുകയും ചെയ്യുക. പ്രാർത്ഥനയാലും പ്രത്യേക ദുഃഖത്താലും അനുതാപത്തിന്റെ പ്രത്യാശയിൽ സഭയുടെ രഹസ്യങ്ങളിൽ നാം പങ്കാളികളാകുക. ഞങ്ങളുടെ പിഴകളിൽ നിന്ന് ഞങ്ങളുടെ കൂട്ടുകാരോട് പിഴകൾ ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങളുടെ മനസാക്ഷികൾ ഞങ്ങളുടെ ആത്മാക്കൾ പകയിൽ നിന്നും ശത്രുതയിൽ നിന്നും നിർമ്മലമാക്കിക്കൊണ്ട് വിശുദ്ധ വസ്തു നാം കൈക്കൊള്ളുകയും പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുക. നമ്മുടെ മനസ്സിന്റെ യോജിപ്പോടും ചേർച്ചയോടും കൂടെ പരസ്പരമുള്ള ഐക്യത്താൽ രഹസ്യങ്ങൾ നമുക്ക് കൈക്കൊള്ളാം. കർത്താവേ, അവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കും പ്രാർത്ഥിക്കുക. മുഖത്തോടും തിരുമുമ്പിൽ നിൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും നിന്നാൽ കരുണയോട് ഞങ്ങൾക്ക് നൽകാൻ നിന്നെ വിളിച്ച് നാമം വിശുദ്ധമാക്കപ്പെടട്ടെ, നിൻ രാജ്യം വന്നിടണേ, വേഗം നിൻ രാജ്യം വന്നിടണേ. നിൻ ഗീതം സ്വർഗ്ഗത്തിലെന്നതുപോലെ ഈഹത്തിലാകണമേ. അന്നോ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നോ നീ തന്നിടണേ. ഞങ്ങൾ കടക്കാരെ
മായ്ക്കണമേ. മക്കൾ ഞങ്ങളെ വാരിച്ചവരിൽ നീ ആദരപ്പെടുത്തരുളേ. ദുഷ്ടനിൽ നിന്നും നീ ഞങ്ങളെ എന്നും വിടുവിച്ചിടണമേ. നിൻ രാജ്യം രാജ്യം ശക്തിയും മഹത്വമെന്നും നിനക്കാകുന്നു. ആമേൻ. അതേ ഞങ്ങൾ താമയുമായുള്ള പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, എന്നാൽ ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും ബലവും വീര്യവും അധികാരവും നിനക്കുള്ളതാകുന്നു, ഇപ്പോൾ എല്ലായ്പ്പോഴും എന്നേക്കും. നിങ്ങളോട് കൂടെ സമാധാനം. നിങ്ങളോടും നിങ്ങളുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധിയുള്ളവർക്ക് പരിപൂർണമായും യോഗ്യമാകുന്നു. ഏകപിതാവ് പരിശുദ്ധൻ, ഏകപുത്രൻ പരിശുദ്ധൻ, ഏകരൂപ പരിശുദ്ധൻ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതിയാമേൻ. ജീവനുള്ള ആകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, നമ്മോട് കരുണയുണ്ടാകണമേ. എല്ലാവർക്കും വിവാഹക്കുറികൾ ചെല്ലുന്നതിനായിട്ടുണ്ട്. നടത്തറ മാർ നർസൈ പള്ളി ഇടവക പുതുശ്ശേരി രാജന്റെയും ആശയുടെയും മകൻ റബി. നടത്തറ മാർ നർസൈ പള്ളി ഇടവക മുളങ്കുഴിയിൽ മത്തായിയുടെയും അന്നമ്മയുടെയും മകൾ ഗ്രീൻഷ. ഈ വിളിച്ചുള്ള വിവാഹം നടത്തുന്നതിന് നിരാസമുണ്ടെങ്കിൽ ആയത് തിരിച്ചറിയ അറിയിക്കേണ്ടതാണ്. ഈ ആഴ്ചയിൽ ജന്മദിനം ആഘോഷിക്കുന്നവരും തലക്കാടൻ തിമത്തി മകൻ ജാക്സൺ, ചിറമൽ സന്തോഷ് ഭാര്യ ധന്യ, തലക്കാടൻ തിമത്തി സാക്സൺ, ഇമ്മട്ടി ചാക്കു ജോൺസൺ, ചിറമൽ സാമുവേൽ സലീഷ്, റോയും മറീനയും, കരിമാങ്കുഴി നെവിനും അലീനും. ഇവർക്കെല്ലാവർക്കും ഇടവയുടെ പ്രാർത്ഥനാശംസകൾ നേരുന്നു. പ്രാർത്ഥിക്കും. സ്നേഹസമ്പന്നനായ ദൈവമായ കർത്താവേ, ഇതാ ജന്മവാർഷികം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും കർത്താവെ ഓർത്ത് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളിതുവരെയായി അവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ദൈവികമായ നടത്തിപ്പിനെയും ഓർത്ത് അതിനെ സ്തുതിക്കുന്നു, സ്തോത്രം കരേറ്റുന്നു. ദൈവമായ കർത്താവെ, നീ നയിക്കുന്ന പാതയിൽ കൂടെ സഞ്ചരിക്കുവാൻ കർത്താവെ നിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇഷ്ടത്തിനനുസൃതമായി ജീവിതം നയിക്കുവാൻ നിന്റെ മക്കളെല്ലാം നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളുടെ അവസ്ഥകളിലും പ്രതിസന്ധികളിലും കർത്താവെ വിശ്വാസമുള്ളവരായിട്ട് സ്നേഹം നിറഞ്ഞുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തിരുമുമ്പിൽ ജീവിക്കുവാൻ നീ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരായിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വസ്തനായിട്ട് നിലനിൽക്കുവാൻ, കർത്താവെ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മ ശക്തി നിന്റെ മക്കളിലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ഇഷ്ടത്താൽ നീ യോജിപ്പിച്ച കർത്താവെ നിന്റെ മക്കൾ, കർത്താവെ നീ അവർക്ക് ഏൽപ്പിച്ചോടിക്കുന്ന കുടുംബജീവിതം
ഏറ്റവും അനുഗ്രഹീതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അനുദിനം പ്രാർത്ഥനയിൽ നിന്നെ കണ്ടെത്തുവാൻ, നിന്റെ ഇഷ്ടം കണ്ടെത്തുവാൻ, തിരിച്ചറിയുവാൻ, കർത്താവേ കുടുംബജീവിതം അത് ഒരു ആരാധനയാകുമെന്ന് തിരിച്ചറിയുവാൻ, ആ ആരാധന മഹത്വമായിട്ട് നിന്നിൽ അർപ്പിക്കുവാൻ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കുടുംബമായി നീ അവരെ അനുഗ്രഹിക്കണമേ, വഴി നടത്തണമേ. പ്രത്യേകിച്ച് ഈ പ്രതികൂലങ്ങളുടെ അവസ്ഥകളിൽ, സാമ്പത്തികമായിട്ട് പ്രയാസങ്ങളിലൊക്കെയും നിന്റെ മക്കളോട് ചേർന്നിരിക്കണമേ, നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദമ്പതിമാർക്കും മാതൃകയായിട്ട് ജീവിക്കുവാൻ നീ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളാൽ അവരെ നിറയ്ക്കണമേ. സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവരെ നമ്മുടെ പാപങ്ങളെയും പിഴകളെയും ദൈവമുമ്പാകെ കഴുകി വിശുദ്ധീകരിക്കട്ടെ. യഥാർത്ഥ വിശ്വാസമുള്ളവരായിട്ട് കർത്താവിന്റെ കാൽക്കിലേക്ക് തിരിച്ചു വന്ന ആ കുഷ്ഠരോഗിയെ പോലെ അനുദിനം കർത്താവിന്റെ കാൽക്കിലേക്ക് തിരിച്ചു വരുവാൻ, നന്ദി പറയുവാൻ, അങ്ങനെ വിശ്വാസത്തിന്റെ പ്രതിഫലനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്നേക്കും ആമേൻ. മുട്ടുന്നവർക്ക് തുറക്കുന്നവനെയും യാചിക്കുന്നവർക്ക് ഉത്തരമരുളുന്നവനെ കർത്താവും ദൈവവുമായുള്ളവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വാതിൽ തുറക്കണമേ, ഞങ്ങളുടെ അപേക്ഷയെ സ്വീകരിക്കണമേ, ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമരുളണമേ. മുട്ടുള്ളവരിൽ നിന്നും പീഡിതരിൽ നിന്നും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ദാസരിൽ നിന്നും തന്റെ ദാനങ്ങളും കരുണകളും പറയാത്ത നല്ലവനെ, സമ്പന്നവും നിറഞ്ഞൊഴുകുന്നതുമായ നിന്റെ ശ്രീവധാരത്തിൽ നിന്ന് ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമരുളണമേ. സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, ഞങ്ങൾ ദൈവമായുള്ളവയെ വാഴ്ത്തപ്പെടുന്ന ത്രിത്വത്തിന് അനാദിയായ കരുണകൾ എല്ലാ നേരവും വിളിച്ചപേക്ഷിക്കുന്ന പാപികളും ബലഹീനരുമായ നിന്റെ ദാസന്മേൽ ചൊരിയണമേ. സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, നല്ലവനും കരുണലുമായ ഞങ്ങളുടെ ദൈവം എല്ലാവരുടെയും മേൽ തന്റെ കൃപയും കരുണയും ചൊരിയുന്നവനെ, നിന്റെ സ്നേഹപ്രസാദത്തിന്റെ ദയ ഈ നിന്ദാസരിൽ ചൊരിയണമേ. അനുതാപ ജീവന് വേണ്ടി അധ്വാനിക്കുന്ന പുതുക്കത്തിന്റെ പ്രത്യാശയുടെ രൂപാന്തരപ്പെടുത്തണമേ. നിന്റെ പരിശുദ്ധാത്മാവ് ഇവരുള്ളിൽ പുതുക്കണമേ. അതിനാലല്ലോ രക്ഷാനാളിലേക്കായി മുദ്രയിടപ്പെട്ടിരിക്കുന്നത്. ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാ ശുദ്ധിയിൽ നിന്നും ഇവരെ നിർമ്മലമാക്കണമേ. നീതിമാർഗങ്ങളിൽ ഇവരുടെ ജീവിത വഴികളെ ക്രമപ്പെടുത്തണമേ. നിന്റെ രാജ്യത്തിൽ വിശുദ്ധരോടൊത്ത് പുത്രത്വാവകാശത്തിലുള്ളവരുടെ വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ സത്യത്താലും വിമോചനം നൽകുന്ന നിന്റെ രഹസ്യങ്ങളുടെ ആനന്ദത്താലും ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ കൽപ്പനകൾ കാക്കുന്നതിനും നിന്റെ ഇഷ്ടം തയ്ക്കുന്നതിനും നിന്റെ പരിശുദ്ധ തിരുനാമത്തെ പുകഴ്ത്തുന്നതിനും സ്തുതിക്കുന്നതിനും പ്രകീർത്തിക്കുന്നതിനും നിന്റെ കരുണയുടെ സഹായത്താൽ ഇവരെ ശക്തിപ്പെടുത്തണമേ. സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. കുർബാന സ്വീകരിക്കേണ്ടത് ജാഗ്രതയിൽ ആണ്. കുർബാന സ്വീകരിക്കേണ്ടത് പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർമ്മിപ്പെടുത്തും. Sorry.
നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശുവേ എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്ര ഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടെൻ മനം പാടിടുമേ സ്തോത്ര ഗാനത്തിൻ പല്ലവികൾ. കർത്താവ് എല്ലാ ദിവസവും യോഗ്യമാകുന്ന എല്ലാ സമയങ്ങളിലും ന്യായവുമാകുന്നു, എല്ലാ മണിക്കൂറുകളിലും ഉചിതവുമാകുന്നു. നിന്റെ മഹിമയുടെ ഭയങ്കരനാമത്തെ ഏറ്റുപറയുവാനും ആരാധിക്കുവാനും സ്തുതിക്കുവാനും തന്നെ. തുടർന്ന് കർത്താവേ, മർത്യനായ മനുഷ്യരുടെ വലിയ സ്വഭാവത്തെ നിന്റെ നാമത്തെ ആത്മീയരോടുകൂടെ പരിശുദ്ധമെന്ന് ഘോഷിക്കുന്നതിനും നിന്റെ ദാനത്തിന്റെ രഹസ്യങ്ങളിൽ പങ്കാളികളാക്കപ്പെടുന്നതിനും നിന്റെ വചനങ്ങളുടെ മാധുര്യത്തിൽ ആനന്ദിക്കുന്നതിനും നിന്റെ ദൈവത്തിനെ സ്തുതിയുടെയും പുകഴ്ചയുടെയും ശബ്ദങ്ങൾ സദാർപ്പിക്കുന്നതിനും നിന്റെ കൃപയാൽ യോഗ്യമാക്കിയല്ലോ. എന്നേക്കും സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. സർവ്വത്തെയും ശുദ്ധീകരിക്കുന്ന നിന്റെ വിലയേറിയ ശരീരരക്തങ്ങൾ കൈക്കൊള്ളുവാൻ നിന്റെ കൃപയാലും കരുണകളാലും ഞങ്ങളെ യോഗ്യരാക്കിയ ഞങ്ങളുടെ ദൈവവും കർത്താവും രാജാവും രക്ഷിതാവും ജീവിപ്പിക്കുന്നവനും പാപങ്ങളെ മോചിക്കുന്നതുമായ ആ മിശിഹ തന്നെ ഞങ്ങളുടെ വിചാരങ്ങളാലും വാക്കുകളാലും പ്രവൃത്തികളാലും അനുഷ്ഠാനങ്ങളാലും തന്നെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. ഞങ്ങൾ കൈക്കൊണ്ടതും കൈക്കൊള്ളുന്നതുമായ ഈ അച്ചാരകർത്താവെ, ഞങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനത്തിന്റെ വലിയ പ്രത്യാശയ്ക്കും സ്വർഗരാജ്യത്തിൽ തന്നെ കൃപയാലും കരുണകളാലും തന്നെ പ്രസാദിപ്പിച്ച എല്ലാവരോടും കൂടെ പുതിയ ജീവനുമായി തീരുമാറാകട്ടെ. എന്നേക്കും സ്വർഗത്തിൽ കർത്താവിനെ സ്തുതിപ്പിൻ. തന്റെ ശരീരത്തിനെ നമുക്ക് നൽകിയവനായ പുത്രനെ തന്നെ. അവനെ സ്തുതിപ്പിൻ. തന്റെ ശരീരത്തിനെ നമുക്ക് നൽകിയവനായ പുത്രനെ തന്നെ. എല്ലാ സൈന്യങ്ങളും അവനെ സ്തുതിപ്പിൻ. തന്റെ ശരീരത്തിനെ നമുക്ക് നൽകിയവനായ പുത്രനെ തന്നെ. സൂര്യനും ചന്ദ്രനും അവനെ സ്തുതിപ്പിൻ. തന്റെ ശരീരത്തിനെ നമുക്ക് നൽകിയവനായ പുത്രനെ തന്നെ. ചന്ദ്രനും പ്രകാശവും അവനെ സ്തുതിപ്പിൻ. തന്റെ ശരീരത്തിനെ നമുക്ക് നൽകിയവനായ പുത്രനെ തന്നെ. സ്വർഗ്ഗങ്ങളും അവനെ സ്തുതിപ്പിൻ. തന്റെ ശരീരത്തിനെ നമുക്ക് നൽകിയവനായ പുത്രനെ തന്നെ. ആകാശത്തിൽ നീതിയുള്ള വെള്ളങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. തന്റെ ശരീരത്തിനെ നമുക്ക് നൽകിയവനായ പുത്രനെ തന്നെ. അവൻ അവനോട് ചെയ്തു, അവളുമായി അവൻ കൽപ്പിച്ചു, അവ സൃഷ്ടിക്കപ്പെട്ടു. തന്റെ ശരീരത്തിനെ നമുക്ക് നൽകിയവനായ പുത്രനെ തന്നെ. അവൻ അവയെ എന്നേക്കും സ്ഥിരമാക്കി. തന്റെ ശരീരത്തിനെ നമുക്ക് നൽകിയവനായ പുത്രനെ തന്നെ. സർവ്വജനങ്ങളും കർത്താവിനെ സ്തുതിപ്പിൻ. നമ്മോടുള്ള ദാനത്തെ പ്രതി തന്നെ. സർവ്വവംശങ്ങളും അവനെ സ്തുതിപ്പിൻ. നമ്മോടുള്ള ദാനത്തെ പ്രതി തന്നെ. തന്റെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു. നമ്മോടുള്ള തന്റെ ദാനത്തെ പ്രതി തന്നെ. എന്നേക്കും കർത്താവാകുന്നു. നമ്മോടുള്ള തന്റെ ദാനത്തെ പ്രതി തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്റെ ശരീരത്തിനെ നമുക്ക് നൽകിയവനായ പുത്രനെ തന്നെ. എന്നേക്കും ആമേൻ ആമേൻ. തന്റെ ശരീരത്തിനെ നമുക്ക് നൽകിയവനായ പുത്രനെ തന്നെ. ആമേൻ ആമേൻ എന്ന് പറയട്ടെ. തന്റെ ശരീരത്തിനെ നമുക്ക് നൽകിയവനായ പുത്രനെ തന്നെ. ആമേൻ. ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുക. തന്റെ ശരീരത്തിനെ നമുക്ക് നൽകിയവനായ പുത്രനെ തന്നെ. ആത്മാ ആവൻ വസ്മയ്യായ കർത്തേ
സ്വർഗസ്പിതാവേ, ഇതായി സ്തോത്രക്കാഴ്ചയെ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, പങ്കാളികളെല്ലാവരെയും നിന്റെ കൃപയോട് നിറയ്ക്കണമേ. സാമ്പത്തികമായിട്ട് പ്രയാസം നേരിടുന്ന കർത്താവേ, ഈ കാലഘട്ടത്തിൽ എൻ്റെ മക്കളെല്ലാം കർത്താവെ എൻ്റെ സഹായങ്ങൾ കൊണ്ട് ശ്രീകാലത്തിൽ നിന്ന് കർത്താവെ നീ അയക്കണമേ, നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമ്പത്ത് സ്തോത്രക്കാഴ്ച നിന്റെ പ്രകാരം എടുത്ത് ഉപയോഗിക്കുവാൻ കാര്യവിചാരകന്മാരെ ശക്തിപ്പെടുത്തണമേ. സർവനാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹ മുഖാന്തരം സ്വർഗത്തിൽ നമ്മെ ആത്മീകം കുറഞ്ഞു പോകാത്തതും അവസാനിക്കാത്തതും നാശമില്ലാത്തതും ആഗ്രഹിക്കത്തക്കതുമായ സൗഭാഗ്യങ്ങളിലേക്ക് നമ്മെ വിളിക്കുകയും അടുപ്പിക്കുകയും ചെയ്യുന്നവനുമായ ജീവദായകമായ തന്റെ സുവിശേഷത്താൽ തന്റെ അനുഗ്രഹീത ശിഷ്യന്മാരുടെ കൂട്ടത്തോടും അതുപോലെ നമ്മോടും ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തപാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നു. ഞാൻ അവനെ അവസാന ദിവസത്തിൽ ഉയർപ്പിക്കുകയും ചെയ്യും. അവൻ ന്യായവിധിയിൽ വരാതെ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് ഗുണദോഷമായും വാഗ്ദത്തമായും അരുളി ചെയ്തിരിക്കുന്നു. ആകയാൽ അവൻ തന്നെ ഇവിടെ വരികയും തന്റെ ദൈവികവും ജീവിപ്പിക്കുന്നതും പരിശുദ്ധവും സ്തുതിക്കത്തക്കതുമായ സ്വന്തം രഹസ്യങ്ങളുടെ ശക്തിയാൽ ആനന്ദിക്കുകയും ചെയ്തിരിക്കുന്ന നമ്മുടെ കൂട്ടത്തെയും സമുദായത്തെയും ജനത്തെയും അനുഗ്രഹിക്കുകയും സൂക്ഷിക്കുകയും ശോഭിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ കാണപ്പെടുന്നതോ കാണപ്പെടാത്തതോ ആയ എല്ലാ അപകടങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും കർത്താവിന്റെ സ്ലീമാരുടെ ജീവനുള്ള അടയാളത്താൽ നിങ്ങൾ മുദ്രയിടപ്പെടുന്നവരും സൂക്ഷിക്കപ്പെടുന്നവരുമാകുകയും Wonderful.